ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചി ഇങ്ങനെ പുറത്തോട്ട് തെളിയിട്ടുണ്ട്. ഇതിനകത്തപ്പോൾ എത്രയും ഇരട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല, ഇരട്ടിയിലധികം വിളവ് നമുക്ക് ഈ ഒരു നമസ്കാരം. ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിൽ നട്ടു വളർത്തിയ ഒരു ഇഞ്ചിയുടെ വിളവെടുപ്പ് വീഡിയോയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഈ ഗ്രോ ബാഗുകളിൽ ഇഞ്ചി നടുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് നിന്ന് എത്രത്തോളം ഇഞ്ചി കിട്ടുന്നു എന്ന് നമുക്ക് ഈ ഒരു വിളവെടുപ്പിലൂടെ നോക്കാം. തികച്ചും ജൈവപരമായിട്ട് മാത്രമാണ് ഇതിനകത്ത് കൃഷി ചെയ്തേക്കുന്നത്. ചാണകപ്പൊടിയും അല്ലാതെ മറ്റ് വളങ്ങളൊന്നും, രാസവളങ്ങളൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതിപ്പോൾ ഇഞ്ചി നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇഞ്ചിയുടെ പൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നന്നായിട്ട് ഇഞ്ചി വളർന്നിട്ടുണ്ട്, ഇഞ്ചി വിളവെടുപ്പിന് വേണ്ടിയിട്ട് പാകമായിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചിയുടെ പൂ ഗ്രോ ബാഗിൻ്റെ ഈ വെള്ളമൊക്കെ പോകാനുള്ള ഹോളിനകത്തൂടെ കിളിച്ച് മുകളിലോട്ട് വന്നിരിക്കുകയത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ഇഞ്ചി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചി ഇങ്ങനെ പുറത്തോട്ട് തെളിയിട്ടുണ്ട്. ഇതിനകത്തപ്പോൾ എത്രയും ഇഞ്ചി ഉണ്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ ഒരു ഗ്രോ ബാഗ് നോക്കിയാൽ ഇതിനകത്ത് ഇഞ്ചി ഇങ്ങനെ മുകളിലോട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനകത്ത് നമുക്കിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചി അവിടെ കുറച്ചും കൂടെ വളർന്നു വരും. അപ്പം ആ കണ്ട ഗ്രോ ബാഗിൽ ഇങ്ങനെ ഇഞ്ചി ഇങ്ങനെ തെളിഞ്ഞ് കണ്ടപ്പോൾ അതിനകത്ത് ആവശ്യം പോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രോ ബാഗ് അത്. അപ്പം നമുക്ക് ഇഞ്ചി ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ തണ്ട് കരിഞ്ഞ് വീഴുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വിത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വാടി പോകുന്നത് വരെ ആകുമ്പോഴത്തേക്ക് ഇഞ്ചി നന്നായിട്ട് മൂത്ത് കിട്ടും. ഒരു നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഞ്ചി നമുക്ക് വിളവെടുക്കാനായിട്ട് പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഞ്ചി ഒന്ന് വിളവെടുത്ത് നോക്കാം. ഇത് നമുക്ക് ആദ്യമേ നമുക്കിതിൻ്റെ പൂവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതാണ് ഇഞ്ചിയുടെ പൂവ്. ഇഞ്ചിയുടെ പൂവ് വെച്ചിട്ട് ഇതിനകത്ത് ചായക്കകത്തൊക്കെ ചിലർ ഇടാറുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഈ ഒരു ഗ്രോ ബാഗ് ഒന്ന് തട്ടി നോക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത് കരിയിലൊക്കെ വളമായി ഇതിനകത്ത് വേര് നന്നായി ഓടി ഇരിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു നട്ടയൊക്കെ വന്നല്ലോ. മണ്ണ് അതിനകത്ത് സെറ്റായിരിക്കുക. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഒരു ഗ്ലൗസ് യൂസ് ചെയ്യണ്ടായിരുന്നു, സാരമില്ല. ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ കഴുകിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് എത്ര ഇഞ്ചി ഉണ്ടെന്ന് ജസ്റ്റ് ഒരു കഴുകി നോക്കിയാലേ നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കുറേ കൂടെ ആയിരുന്നെങ്കിൽ മൂത്തിട്ടില്ല, ഇനി ആവാനുണ്ട്.
മൂത്തിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ ആവാനായിട്ടുണ്ട്. ഇനി ഏതാണ്ട് 1 മാസം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മൂക്ക് നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് പറിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു ഗ്രോ ബാഗിനകത്ത് നിന്ന് നമ്മൾ വിളവെടുത്ത ഇഞ്ചിയായി കാണുന്നത് അടിത്തറ ഇഞ്ചിയാണ് നമുക്ക് ഒരു ഗ്രോ ബാഗിനകത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ ഗ്രോ ബാഗിനകത്തുള്ള ഇഞ്ചി കൃഷി വളരെ വിജയകരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മണ്ണിലുണ്ടാകുന്നതിൻ്റെ ഇരട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇരട്ടിയിലധികം വിളവ് നമുക്ക് ഈ ഒരു ചെറിയൊരു സ്പേസിനകത്ത് നമുക്ക് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം 100 ഗ്രോ ബാഗിനകത്താണ് ഈ പ്രാവശ്യം ഇഞ്ചി കൃഷി ചെയ്തത്. ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കറുത്ത ബാഗിനകത്ത് മാത്രമല്ല സിമന്റ് ചാക്കിനകത്തും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നല്ല വിളവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓണ സമയത്ത് കുറച്ച് വിപണിയിൽ കൊടുത്തു. ഏതാണ്ട് 220 രൂപയായിരുന്നു അന്ന് വില കിട്ടിയത്. പക്ഷെ ഇന്ന് ഇഞ്ചിക്ക് വില തീരെ കുറവാണ്. ഇനി ഡിസംബറൊക്കെ കഴിയുമ്പോഴത്തേക്ക് വില കൂടി വരത്തുള്ളൂ. അപ്പം ഒരു ഗ്രോ ബാഗിനകത്തുനിന്ന് എനിക്കിതാ കിട്ടിയ ഇഞ്ചിയാണ് ഇതാണ്ട് ഇത്രയും. ഈ ഇരിക്കുന്ന ഗ്രോ ബാഗിനകത്ത് നമ്മൾ ആവശ്യത്തിന് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് നിർത്തുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് തണ്ടൊക്കെ തന്നെ വീണതിന് ശേഷം മാത്രമേ ഇതിൻ്റെ വിളവ് എടുക്കത്തുള്ളൂ. അപ്പോൾ ഗ്രോ ബാഗിനകത്തുള്ള ഇഞ്ചി കൃഷി വളരെ വിജയകരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ടെറസിലോ വീടിൻ്റെ മുറ്റത്തോ ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രോ ബാഗിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇഞ്ചി നമുക്ക് കിട്ടുന്നതാണ്. മണ്ണിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ ഇഞ്ചി നമുക്ക് കിട്ടും. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് രാസവളവും നന്നായിട്ട് നമ്മൾ പരിപാലിച്ചെങ്കിൽ മാത്രമേ ഇഞ്ചി ഒരുപാട് വലിപ്പം വയ്ക്കത്തുള്ളൂ. ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളരും. എല്ലാ വളങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ നിന്ന് കിട്ടുന്നതുകൊണ്ട് നന്നായിട്ട് വളരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. താങ്ക്